ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു മസാലക്കൂട്ടാട്ടോ. ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് വറുക്കുവാണേ. ഇത് നന്നായിട്ട് മൂക്കെ വറുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 സവാളയും. ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്ത് സ്റ്റോക്കാണ് അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ച മസാലക്കൂട്ട്. ഇതൊരു 100 ഗ്രാം ചെറിയ സോയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 ഉരുളക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബീഫ് ടേസ്റ്റുള്ള ഒരു സോയാ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.